അതിന് തുടക്കക്കാർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെ? അത് നല്ല ചോദ്യം കേട്ടോ. കാരണം നമ്മൾ തള്ളിക്കളയുന്ന പല സാധനങ്ങളും വളരെ അത്യാവശ്യമുള്ളതാണ്. ഇപ്പോൾ തുടക്കക്കാർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന് പ്രത്യേക ഗുണമുള്ള പുസ്തകങ്ങളായിരിക്കണം. ഒന്ന്, തുടക്കക്കാരെന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു, തുടക്കക്കാർ എന്ന് പറയുന്നത് 1-ാം ക്ലാസ് അല്ലെങ്കിൽ 1-ാം പാഠപുസ്തകം പഠിച്ചു കഴിയുന്നതോടുകൂടി അവർ വായനയുടെ തുടക്കക്കാരായി. പക്ഷേ അതിപ്പോൾ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. 1-ാം ക്ലാസ് എന്നല്ല, 10-ാം ക്ലാസ്സിൽ ചെല്ലുന്നവർക്കും വായനയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വായിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ വായനയിൽ നമ്മൾ പഠിക്കുന്ന പാഠത്തിനോട് അത്രയും താല്പര്യം ഉണ്ടാകണം. താല്പര്യം ഉണ്ടാകണമെങ്കിൽ പാഠപുസ്തകങ്ങൾ ആ രീതിയിലാകണം, അത് പഠിപ്പിക്കുന്ന രീതി അത് ആകണം. 1-ാം പാഠപുസ്തകം നമ്മൾ പഠിച്ചു കഴിയുന്നതോടുകൂടി എനിക്ക് വായിക്കണം, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വായിച്ചറിയണം എന്നൊരു ധാരണ കുട്ടിക്കുണ്ടാകണം. ആ രീതിയിലൊരു വിദ്യാഭ്യാസം നടക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ലളിതമായ വായന കിട്ടണം. തുടക്കക്കാർക്ക് വായിച്ച ഉടനെ അത് മനസ്സിലാകണം, രസം ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ആകർഷണീയമായ നിറങ്ങളോടുകൂടിയ ചിത്രങ്ങൾ വേണം, വലിയ അക്ഷരമായിരിക്കണം. ഇതൊക്കെ പഴയ കാലത്ത് തന്നെ വിദ്യാഭ്യാസ ശാസ്ത്രത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഏത് പുസ്തകം എങ്ങനെ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഉത്തരം അതാണ്. അപ്പോൾ ഇത്രയും ഗുണമുള്ളൊരു പുസ്തകം കിട്ടണമെങ്കിൽ അത് പതിവായിട്ട് കിട്ടണം, പുതുമയുണ്ടായിരിക്കണം. അതിന് ഏറ്റവും നല്ലത് ബാലരമ, ബാലഭൂമി, ബാലമംഗളം ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിൽ തന്നെ അതൊന്നും ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നില്ല. ഇപ്പം നമുക്കിതാണ് എടുത്ത് പറയാൻ, ബാലപ്രസിദ്ധീകരണങ്ങളാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് അതെല്ലാ ആഴ്ചയിലും കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞത് എല്ലാ ആഴ്ചയും കിട്ടുമ്പോൾ ഓരോ ആഴ്ചയും പുതുമ ഉണ്ടാവും. ആ പുതുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് ആ പുതുമയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ നല്ല നിറങ്ങൾ ഉപയോഗിച്ച് നല്ല വരയിൽ വരുന്ന പുസ്തകങ്ങളാണിതെല്ലാം. പിന്നെ ഇത് പറയുമ്പോൾ ഇന്ന് പൊതുവെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം വായന, ലളിതമായി എളുപ്പമുള്ള രസമുള്ള വായനയ്ക്ക് കിട്ടുന്ന പുസ്തകങ്ങളെ പ്രസിദ്ധീകരണങ്ങളെന്നും പൈങ്കിളി എന്നും പറഞ്ഞും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായ അജണ്ടയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം വായന കുറഞ്ഞു പോയാൽ ഒരു കാരണം. അത് മാത്രമല്ല, ഒരു പ്രധാന കാരണം അതാണ്. പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അന്തസ്സ് കുറഞ്ഞു പോകും എന്നൊരു ചിന്ത നമ്മളെല്ലാവർക്കും ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രണ്ടാമത് പൈങ്കിളി. ഇപ്പോൾ ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ ഈ പൈങ്കിളി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് വായന ശീലമായവരും ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരുമായി മാറിയത് തരം പ്രസിദ്ധീകരണങ്ങളുണ്ട്. സത്യമാണ്. ഈ മുട്ടത്ത് വർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എഴുത്തച്ഛനോളം തന്നെ പ്രാധാന്യമുള്ളൊരു എഴുത്തുകാരനായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം ഞങ്ങളിപ്പോഴും ഇത് വായിച്ചുകൊണ്ടല്ല നടക്കുന്നത്. ഡിറ്റക്റ്റീവ് നോവൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഡിറ്റക്റ്റീവ് നോവൽ അതും വായിച്ചുകൊണ്ടല്ല ഞാൻ നടക്കുന്നത്. എങ്ങനെയാണ് നിൻ്റെ കാര്യം? എങ്ങനെയാണ്? ഒന്നും വിടില്ല അല്ലേ? ആ തുടക്കത്തിൽ അതാണ്. നമ്മൾ ഇപ്പോൾ ഒരു 3 മാസം പ്രായമുള്ള ഒരു കുട്ടി മലർന്നു കിടന്ന് മൂത്രം ഒഴിച്ചെന്ന് വരും. ആ കുട്ടിക്ക് 30 വയസ്സായി കഴിഞ്ഞാൽ മലർന്നു കിടന്നാണോ മൂത്രം ഒഴിക്കുന്നത്? വായനയ്ക്കുണ്ട് ഇതുപോലെ ശൈശവം, ബാല്യം, കൗമാരം എന്ന് പറഞ്ഞിട്ടുള്ള വളർച്ച വായനയ്ക്കുണ്ട്. അപ്പോൾ ആ വളർച്ച അനുസരിച്ച് നമ്മളിതെല്ലാം മാറ്റിക്കളയും. എല്ലാ തരത്തിലും നല്ല പുസ്തകമാണ് ആ പുസ്തകം. വായന തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലത് ബാലപ്രസിദ്ധീകരണങ്ങളും ലളിതമായ പുസ്തകങ്ങളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കഥകളായിരിക്കണം. മനസ്സിലാകുന്ന കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടയൽവക്കത്ത് അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചവട്ടത്തുള്ള കഥാപാത്രങ്ങൾ അതിനകത്ത് വരുന്നതായിരിക്കണം. അത്തരം പുസ്തകങ്ങളാണ് വായനയ്ക്ക് കൊടുക്കേണ്ടത്. ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഫലത്തിൽ ഇതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് വായന അത്രയും കുറഞ്ഞതിൻ്റെ ഒരു കാരണം. ഇവിടെ അക്ഷരം അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ഒരു ക്ലാസ് എന്നോ എല്ലാം പറയാം, അത് നടത്തിയിരുന്നു കുറേ കാലം. ഡ്രോപ്പ് ഔട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്നാണ് നമ്മളത് പറയുന്നത്, അല്ലെങ്കിൽ ത്രോൺ ഔട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 10ാം ക്ലാസ് വരെ എത്തിയിട്ട് ഒരക്ഷരം വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല. നമ്മളവരെ ഒരു പ്രത്യേക തരത്തിലാണ് ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചില രീതികൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ രീതിയിൽ ആ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചു. നമ്മൾ തന്നെത്താനെ കുറേ കഥകൾ അവരെ കൊണ്ടുണ്ടാക്കിച്ചു. ഇവിടെ അവർ തന്നെ കഥാപാത്രങ്ങളാകുന്ന
കഥകൾ അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നമ്മളത് എഴുതിപ്പിച്ച് അങ്ങനെ കഥകളുണ്ടാക്കി. ഇത് കുറേ കഴിയുമ്പോഴേക്കും അവർ മടുത്തിട്ട് അടുത്തതിലേക്ക് കയറും. ഇപ്പോൾ ബാലരമ അല്ലെ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അത് വായിച്ചുകൊണ്ടിരിക്കില്ല. അത് മടുത്തിട്ട് അത് അടുത്ത വായനയുടെ ഘട്ടത്തിലേക്ക് കയറും കുട്ടികൾ, അങ്ങനെ സ്വാഭാവികമായി മടുത്താൽ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തൊരു പണി, രസമുള്ളൊരു പണിയുണ്ട്. ഈ പറഞ്ഞ പോലെ കുട്ടികളെ കൊണ്ട് തന്നെ കഥകൾ ഉണ്ടാക്കിച്ചു. അത് നമ്മൾ മറ്റ് ഇരള ഭാഷയിലേക്കാക്കി. എന്നിട്ട് അടുത്ത പരിപാടി എന്തൊക്കെയായിരുന്നു? നമ്മൾ മനോരമ ആഴ്ചപ്പതിപ്പ്, എന്തൊക്കെയോ ആഴ്ചപ്പതിപ്പുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ട് തൂക്കിയിട്ടു. അത് ഇന്ന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന മനോരമ വീക്കിലി, മംഗളം വീക്കിലി ഒക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ആ തരത്തിലുള്ള ചെറിയ വളരെ ലഘു എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള വീക്കിലികൾ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായി ഇത് കാണുമ്പം. പുതിയതേ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ പുതിയത് വേറൊരെണ്ണം കൊണ്ടിട്ടു. എല്ലാവരും ഇത് ആദ്യം എടുക്കും, മറിച്ച് നോക്കും. കുറേ ആയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളിൽ ചിലർ പറയാണ്, ഇത് ഈ കഥ ഇതിൻ്റെ അവസാനം ഇന്നതാകും. കുട്ടികൾ പറയാൻ തുടങ്ങി. അതുകൊണ്ട് അതത്ര രസമില്ല. അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഒരു ചെറിയ പിന്തുണയോടുകൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അതുണ്ടാകും കുട്ടികൾക്ക്. അപ്പോൾ വായനയ്ക്ക് ഏറ്റവും ലളിതമായതിൽ നിന്ന് തുടങ്ങുക, അത് കയറി പോകാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ല പുസ്തകങ്ങൾ അവിടെ കൊണ്ടിടുക, നിർബന്ധിക്കരുത്. നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് പോവും, പാഴായി പോവും. നിർബന്ധിക്കാതെ അവിടെ കൊണ്ടിടുക, അത് പിള്ളേർ വായിച്ചോളും. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. സാരംഗിലെ അംഗങ്ങളുടെ വായനാ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. പുസ്തകങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചതെങ്ങനെ? എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് ഇവാൻ്റെ കഥ, അല്ലെങ്കിൽ എല്ലാവരുടെയും കഥ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. പിന്നീട് പറഞ്ഞ ഒരു ലിറ്റിൽ മാച്ച് ഗേൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എനിക്കിഷ്ടമായിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ്. ഞാനൊരു കുട്ടിയാണല്ലോ. അപ്പോൾ ഈ വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നു. ആദ്യമായിട്ട് ഞാൻ നിറമുള്ള ഒരു പുസ്തകം, കളർ പടങ്ങളൊക്കെ ഉള്ള ഒരു പുസ്തകം കാണുന്ന അതാണ്. ആ പുസ്തകവും ഇവാൻ്റെ കഥയും ഒക്കെ നന്നായിട്ട് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പെട്ടെന്ന് ഞാൻ ഇത്ര നേരം ആലോചിക്കുമായിരുന്നു അങ്ങനെ ഏതെങ്കിലും പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഒരു പുസ്തകം എന്നെ സ്വാധീനിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം, വായിച്ചിട്ടുണ്ട്. അല്ല അങ്ങനെ ഒരു ഇത് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അവിടുന്ന് വന്ന് ഈ പറഞ്ഞ പോലെ മുട്ടത്തുവർക്കി അങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങൾ പിന്നെ ധാരാളം വായിക്കുമായിരുന്നു. ധാരാളമായിട്ട് വായിക്കും. സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് വികാരം ഉണ്ടാവാറില്ല. ഞാൻ പല പുസ്തകങ്ങളും വായിച്ച് കരഞ്ഞിട്ടുണ്ട്, ചിലത് പൊട്ടിച്ചിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ കോട്ടയം പുഷ്പാതിൻ്റെ അല്ല, ഞാൻ ഈ മൃത്യുകിരണങ്ങൾ, ചുവന്ന കൈപ്പത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ദുർഗാപ്രസാദ് ഖത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗാളി എഴുത്തുകാരനാണ് എനിക്ക് വന്നത്. മോഹൻ ഡി കങ്ങഴിയാണത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. വളരെ മുമ്പാണ്, ഞാൻ 6-7 പഠിക്കുന്ന സമയത്തായിരിക്കും. ലൈബ്രറിയും തൊട്ടെടുത്തില്ല. ഈ പുസ്തകമൊക്കെ കിട്ടാൻ വേണ്ടി എത്രയോ ദൂരം നടന്നു പോയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കഥാനായകൻ വളരെ നിർണായകമായ ഒരു സ്ഥലത്ത്, ഞാൻ ഈ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നടന്നാണ് വായിക്കുക. നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് അവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അവിടുന്ന് നടന്ന് വായിച്ച് 7-8 കിലോമീറ്റർ വീട്ടിലേക്ക് വരണം. അങ്ങനെ നടക്കുന്ന വഴി മുഴുവൻ ഇത് വായിച്ച് പോരുന്ന സമയത്ത് ഈ ഗോപാൽ ശങ്കർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അയാളാണ് നായകൻ. അയാൾ ഇങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് വില്ലൻ വന്നിട്ട് ഇയാളുടെ മുമ്പിലേക്ക് തോക്ക് ചൂണ്ടിട്ടാണോ ബോംബ് ചൂണ്ടിട്ടാണോ അവിടെ നിൽക്കാൻ പറയുന്നു. ആ പറയുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ച കാലം അങ്ങനെ നിന്ന് അത്രയും ഭാഗം വായിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാനിങ്ങനെ നിൽക്കുകയാണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് അല്ല, അത് എന്ന് പറഞ്ഞാൽ പ്രായം അതാണ്. അങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ വേറെ രീതിയിൽ ഒരു ആദർശത്തിൻ്റെ പേരിലൊന്നും സ്വാധീനിച്ചിട്ട് ഓർക്കുന്നില്ല. അതായത് നമുക്കന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാഠപുസ്തകം വായിക്കാൻ താല്പര്യമില്ല. പക്ഷെ മറ്റു പല പുസ്തകങ്ങളും വായിക്കാം. നമ്മളുടെ ലൈബ്രറിയിലൊന്നും ഒന്നുമില്ല, പുസ്തകമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചേച്ചിമാരെല്ലാവരും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇവരുടെ ഒരുപാട് പാഠപുസ്തകങ്ങൾ, അത് കുറേ കൂടി രസം. കുമാരസംഭവമൊക്കെ കുത്തിയിരുന്ന് വായിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തന്നെ.
പിന്നെ മാതൃഭൂമിയാണ് അന്ന് വീട്ടിൽ കൊണ്ടിരുന്ന വേറെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സ്ഥിരമായിട്ട് വരുത്തുമായിരുന്നു. ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരിക്കൽ ഞാൻ അതിനകത്ത് മാധവിക്കുട്ടിയുടെ ഒരു പൂച്ചയുടെ എന്തോ ഒരു കഥയുണ്ടായിരുന്നു. എന്തോ കള്ളിപ്പൂച്ച എന്നൊക്കെ പറയുന്ന ഒരു, ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ മൂത്ത ചേച്ചിമാരിൽ ആരോ ഒരാൾ ഇത് തട്ടിയെടുത്തോണ്ട് ഇതൊക്കെയാണോ വായിക്കുന്നത് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഒരു രുക്മിണിക്കൊരു പാവക്കുട്ടി അത് പിന്നീട് സിനിമയാകുകയൊക്കെ ചെയ്തു. അതൊക്കെ പിന്നീട്. അപ്പോൾ ഇത് ആദ്യം വന്ന സമയത്ത് നമ്മൾ ഹൈസ്കൂളായിട്ടില്ല, UP ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വായനയോടൊരു ഭയങ്കര വെറുപ്പ് വന്നു, വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ പത്രം വായിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം വീട്ടിൽ നമ്മളെല്ലാവരും തന്നെ ഇങ്ങനത്തെ പത്രത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ചർച്ച ചെയ്യാറൊക്കെ ഉണ്ട്. അച്ഛൻ്റെ നല്ലപോലെല്ലാം വായിക്കും. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ അറിയില്ലെങ്കിൽ മോശമല്ലേ. വായന വലിയ നമ്മളെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. വായനയ്ക്കകത്ത് നമ്മൾ ഒത്തിരി പെട്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് അന്ന് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പൊതിഞ്ഞ് കെട്ടി ഒരു കുമ്പിൾ പോലെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ അധിക സാധനങ്ങൾ വാങ്ങുന്ന വല്ല വിശേഷ സമയത്തൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ചിടാൻ നമുക്കൊരു വല്ലാത്ത താല്പര്യമാണ്. കാരണം ഇതെല്ലാം പത്രങ്ങളാണ്, പലതരം പത്രങ്ങൾ. നമ്മുടെ വീട്ടിലന്ന് ദേശബന്ധു, മാതൃഭൂമി, മനോരമ 3 പത്രം വരുത്തുമായിരുന്നു. പക്ഷേ ഇത് അതിലൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ ഞങ്ങൾ കാണാത്ത ഏതെങ്കിലും പേജൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് അത് വലിയ താല്പര്യത്തോടെ എടുത്ത് കൊണ്ടുപോയിക്കും. അത് ഒളിച്ചിരുന്നാണേലും അതെങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചു തീർക്കും. പിന്നെ ഈ എന്താ 2 നവരാത്രിയുടെ ആ സമയം ഉണ്ടല്ലോ, പൂജാവധി ദിവസങ്ങളിൽ അന്നാണ് വായന നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള മനസ്സിലാകുന്നത്. അന്ന് വായിച്ചേ തീരും. അല്ലാത്ത ദിവസം വായിക്കുന്ന പോലല്ല, അന്നത്തെ ദിവസം പത്രം കണ്ടുവേ പറ്റുള്ളൂ. അവിടെ അത് തെളിച്ചു വരണം. ഇതെല്ലാം പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. പൂജ കഴിയാതെ എടുക്കാൻ പറ്റില്ല. അത് പാഠപുസ്തകങ്ങൾ, വായനയും പറ്റില്ല, എഴുത്തും പറ്റില്ല. പക്ഷെ അന്ന് പത്രം വരും. ആ ദിവസം പത്രം വരും, പിറ്റേ ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ആ ദിവസത്തെ പത്രം ഞാൻ എൻ്റെ നേരെ മൂത്ത ചേച്ചിയുണ്ട്, 2 പേരും കൂടെ പോയിട്ട് പത്രം വാങ്ങി ഞങ്ങൾ തെങ്ങിൻ്റെ കുഴിയുണ്ട്, ചെറിയ തെങ്ങിൻ്റെ കുഴിക്കകത്ത് കിടന്ന് വായിക്കുന്ന ഓർക്കുന്നുണ്ട്. അത്ര അത്യാവശ്യമാണ് വായിക്കാൻ. പിന്നെ വായന, പിന്നെ ഈ വായന അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നോവൽ പോലെയുള്ള വായന എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ പുതിയ നോവൽ എഴുത്തുകാരെ ഒന്നും വാസ്തവം പറഞ്ഞാൽ അറിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരി കാലത്തേക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും വായിക്കില്ല. നമുക്കെന്തെങ്കിലും അറിയണം എന്ന് തോന്നുമ്പോൾ, അതാണ് എനിക്ക് തോന്നുന്നു TTCക്ക് പഠിക്കുന്ന കാലത്ത് ഈ മനഃശാസ്ത്രം തലയ്ക്ക് പിടിച്ചു. അപ്പോൾ പിന്നെ അത്തരം പുസ്തകങ്ങൾ മാത്രമായി വായന. അത് കഴിഞ്ഞപ്പം ആരോഗ്യ കാര്യങ്ങൾ, കുഞ്ഞിനെയൊക്കെ വളർത്തേണ്ട സമയത്ത് പുസ്തകങ്ങൾ മുഴുവനും അതാണ്. അത്തരം പുസ്തകങ്ങളാണ് വാങ്ങുന്നത്. കൊച്ചിൻ്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതും ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ. അവ ആവശ്യത്തിനനുസരിച്ചാണ് പിന്നെ വായന വരുന്നത്. ആദ്യം നോവൽ ആസ്വാദനമാണല്ലോ, അത് ഏറ്റവും ആദ്യം വായനയിലേക്ക് കയറാനുള്ള ഒരു പോക്ക്. പിന്നീട് അത് ആസ്വാദനത്തിലേക്ക് വന്നു. ആസ്വാദനത്തിന് പിന്നെ നമ്മൾ ശരിയായ വായന അതാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വായന ഓരോ തരത്തിലാണ്. മക്കളും അതെ, അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അവർ വായിക്കുക. അല്ലാണ്ട് ഇന്ന ആളുടെ ഇന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ, അവാർഡ് കിട്ടിയതാണല്ലേ 10 അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് വായിച്ചിരിക്കണം, നമ്മൾ ഒരിക്കലും പറയില്ല. അവർക്ക് ആവശ്യമുണ്ടോ അവരത് വായിച്ചിരിക്കും.